മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കൊല്ലപ്പള്ളിക്കാരെല്ലാവരും ഇന്ന് സംസാരിക്കുകയാണ്. ശിവേട്ടൻ പറയുക, ബാലേന്ദ്രന് നല്ല മാറ്റമുണ്ട് ഇല്ലേ രാജീവ എന്ന് പറയാണ്. പണ്ട് നമ്മുടെ മുന്നിൽ ഒരക്ഷരം പോലും എതിർത്ത് പറയാത്തവനാ ഇപ്പം നമ്മുടെ മുന്നിൽ നിന്ന് ഇത്രയും സംസാരം നടത്തിയത്. അവരെ രാവുണ്ണിമാമയുടെ മക്കളുടെ മുന്നിലും നമ്മളെ അപമാനിച്ചു. നമ്മളെ ഭീഷണിയായിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അയാൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് രാജീവ് പറയുകയാണ്. കമല പറയാണ്, പുതിയൊരു പെണ്ണ് വന്നതിൻ്റെ മാറ്റം, അല്ലാതെ എന്താ പറയുക, അയാൾക്ക് ഈ പ്രായത്തിൽ എന്തോത്തിൻ്റെ അസുഖമാണ് എന്ന് കമല പറയുകയാണ്. ആ പെണ്ണിന് ബാലേന്ദ്രൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാകേണ്ട അവൾക്ക് ഇത്ര ചാട്ടം എന്ന് കമല പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മനു അങ്ങോട്ട് വരികയാണ്. മനു എറണാകുളത്ത് നിന്ന് വരികയാണ്. അച്ഛനെപ്പം വന്നു? അച്ഛൻ വന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ഞാൻ ഇന്നലെ എത്തിയടാ മോനെ എന്നും പറഞ്ഞ് ശിവദാസൻ വന്ന് മനുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛൻ്റെ സുഖമാണോ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്താ അച്ഛൻ പെട്ടെന്ന് വന്നത്? ശിവദാസൻ ഒന്നും മിണ്ടുന്നില്ല. അച്ഛനും ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ ഇത്രയും വെപ്രാളപ്പെട്ട് വരാൻ കാരണം എന്താ? ഇവിടെ നിനക്കറിയാലോ വൈജയുടെ പ്രശ്നം, അതൊന്ന് തീർപ്പാക്കാൻ വന്നയാ എന്ന് ശിവദാസൻ പറയാണ്. കൊച്ചച്ഛൻ ഒരു വട്ടം വന്ന് തീർപ്പാക്കിയിട്ട് പോയതാ എന്ന് പറയണം. അപ്പം രാജുവിൻ്റെ മുഖമൊന്ന് വാടുന്നുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ ഇതിനകത്തൊന്നും ഇടപെടേണ്ട കൊച്ചച്ഛാന്ന്. പക്ഷെ കൊച്ചച്ഛൻ കേട്ടില്ല. ഇപ്പം വീണ്ടും വന്നേക്കുവാണോ അച്ഛനെ കൂടെ കൂട്ടി എന്ന് പറയണം. അപ്പോൾ ശിവദാസൻ പറയാണ്, നീ അങ്ങനെ തമാശയായിട്ടൊന്നും വിടാതെ, അത് വലിയ കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള പ്രശ്നം ആണെന്ന് പറയാണ്. ഞാൻ അന്നേ കൊച്ചച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ, നമ്മുടെ കാര്യം നോക്കുക, അവർ രണ്ടുപേരുടെയും ഈഗോ പ്രശ്നം അത് അവർ അങ്ങനൊന്നും ഒതുങ്ങത്തില്ല, അത് അവർ തമ്മിൽ അടിച്ചു തീരട്ടെ എന്ന് ഞാൻ കൊച്ചച്ഛനോട് പറഞ്ഞതാ. നമ്മളിനി അതിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. പക്ഷേ കൊച്ചച്ഛൻ കേൾക്കത്തില്ല. അപ്പോൾ കമല പറയാണ്, ഇന്നും പോയിട്ട് അത് തന്നെ നടന്നത്, പോയി സംസാരിച്ചിട്ടൊന്നും നടന്നില്ല എന്ന് പറയാണ്. അപ്പോൾ മനു ചോദിക്കണം, ഇന്നും പോയോ? ഇന്ന് പോയിട്ട് എന്തുവായി? ഇന്ന് പോയിട്ട് എന്താവാൻ, അവിടെ ചെന്ന് സംസാരിച്ചു, ബാലേന്ദ്രൻ അവസാനം എല്ലാവരെയും ഇറക്കി വിട്ടു, ഇത് തന്നെ സംഭവിച്ചതെന്ന് കമല ഒരു പുച്ഛത്തോടെ പറയണം. അപ്പോൾ മനു പറയാണ്, നിങ്ങളാരും വിചാരിക്കുന്ന ആളല്ല അങ്കിളിന് വീട്ടിൽ ചെന്ന് നിങ്ങളവിടെ ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്കിൾ സമ്മതിച്ചു തരുമോ? ഇല്ല. എനിക്ക് തോന്നിയിട്ടത് അങ്കിളിൻ്റെ സൈഡിലെ ന്യായം. അപ്പോൾ ശിവദാസൻ പറയാം, എന്ത് ന്യായം അവിടെ ഉള്ളത്? ഒരു വേലക്കാരിക്ക് വേണ്ടി ബാലേന്ദ്രൻ സംസാരിക്കുന്നത്, അതിലെന്ത് ന്യായമാണ് ഉള്ളത് എന്ന് പറയണം. അപ്പം അച്ഛൻ അലീനയിൽ ഒരു കുറ്റവും ആർക്കും കാണാൻ വയ്യ, അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് ഇഷ്ടമല്ല, അത് തന്നെ കാരണം. അപ്പം ആൻറ്റിയുടെ സൈഡിലല്ലേ പ്രശ്നം ഉള്ളതെന്ന് മനു ചോദിക്കുകയാണ്. വൈജയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ ബാലേന്ദ്രൻ അവളെ അവിടെ നിർത്തുന്നത്? അവളെ പറഞ്ഞു വിട്ടൂടെ? അതല്ലേ അതിൻ്റെ ശരി എന്ന് ശിവദാസൻ ചോദിക്കുകയാണ്. ആൻറ്റി ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒതുങ്ങിയാൽ അങ്കിളുടെ ഈ വാശി അങ്ങ് മാറത്തില്ലേ? അന്നേരം പിന്നെ അലീനെ പറഞ്ഞു വിടുകയോ എന്തെങ്കിലും ചെയ്തൂടെ? ഇപ്പം തന്നെ പറഞ്ഞു വിടണമെന്ന് ആൻറ്റിക്ക് വാശി, പറഞ്ഞു വിടത്തില്ലെന്ന് അങ്കിളിന് വാശി. രണ്ടുപേരുടെയും വാശി മാത്രമാണ് ഈ വഴക്കിനെല്ലാം കാരണം എന്ന് പറയാണ്. അലീനയല്ല അവിടുത്തെ വഴക്ക് എന്ന് പറയാണ്. എന്നും പറഞ്ഞ് മനു അങ്ങ് പോവുകയാണ്. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യ് എന്ന് പറഞ്ഞ് മനു പോവുകയാണ്. അപ്പോൾ രാജീവ് ശിവദാസൻ്റെ അടുത്ത് പറയണം, ശിവേട്ടാ, മനു ആണെങ്കിൽ ബാലേന്ദ്രനായിട്ട് നല്ല അടുപ്പമാണ്. മനുവിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാലോ ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ? എന്തുകൊണ്ടാണ് അലീനയെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കാത്തത്? മനുവിനെ കൊണ്ട് ചോദിച്ചാലും മനുവിനോട് ബാലേന്ദ്രന് നല്ല സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ബാലേന്ദ്രനെ മനുവിന് കാണുകയും ചെയ്യാം. ശിവദാസൻ ഇങ്ങനെ ആലോചിക്കണം. അപ്പോൾ കമല പറയണം, അത് ശരിയായ രാജീവ് പറയുന്നത്, മനുവിനോട് ബാലേന്ദ്രന് ഒരു അടുപ്പക്കുറവും ഇല്ല, പഴയതുപോലെ തന്നെ നമ്മളോടൊക്കെ ഉള്ളൂ ആ ഒരു ദേഷ്യമൊക്കെ കാണിക്കുന്നത്. അപ്പം മനുവിനെ ഒന്ന് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുകയാണ്. ശിവദാസൻ പറയണം, അവൻ പോവുമോ? അവൻ ഇതിങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെട്ട് സംസാരിക്കുന്നതിന് വലിയ താല്പര്യമില്ലാത്ത, ശിവേട്ടൻ പറഞ്ഞാൽ പോവും എന്ന് കമല പറയുകയാണ്. ശിവദാസൻ വന്ന് മനുവിനോട് പറയാണ്, മോനെ, നീ കടപ്പാട്ടൂരിട്ടേക്കൊന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവോ? മനു പറയണ, എന്തറിയാനാ അച്ഛാ, നിങ്ങളൊക്കെ പോയപ്പം മനസ്സിലായ കാര്യങ്ങളല്ലേ, ഇനി ഞാൻ ചെന്ന് എന്തറിയാനാ? അങ്ങനെയല്ല മോനെ, ഞങ്ങളൊന്നും അടുത്തൊന്നും ബാലേന്ദ്രൻ പറയത്തില്ല, പക്ഷെ നിന്നോട് അങ്ങനെയല്ല, നിന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ബാലേന്ദ്രന്. ബാലേന്ദ്രൻ എന്തിനാണ് അലീനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്? ഇത്രയും വാശിയോടെ അലീനെ അവിടെ നിൽക്കണമെന്ന് വിചാരിക്കുന്നത് എന്താ? അത് നിനക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയോട്ടെ. അപ്പം മനു പറയണം, അത് മനസ്സിലാക്കാൻ എന്താ, ആൻറ്റിയുടെ വാശിക്ക് അങ്കിൾ സമ്മതിച്ചു കൊടുക്കത്തില്ല, അവർ തമ്മിലുള്ളൊരു യുദ്ധമാണ്, ആരെങ്കിലും ഒരാൾ ജയിക്കും, അത്രേ ഉള്ളൂ. നീ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കുക അവിടെ കാര്യങ്ങളൊക്കെ, നീ ഒന്ന് സംസാരിച്ച് നോക്കും, ബാലേന്ദ്രൻ എന്തെങ്കിലും പറയുമെന്ന് നോക്കാമല്ലോ എന്ന് പറയണം.
മനു ഇത്തിരി നേരം ആലോചിച്ചിട്ട് പറയണം, ഞാൻ നോക്കട്ടെ അച്ഛാ എന്ന് പറയാണ്. അപ്പം മനു ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായിരിക്കും അങ്കിള് ഇത്രയും വാശിയോടെ അലീനെ അവിടെ നിർത്തണമെന്ന് വിചാരിക്കുന്നത് എന്ന് മനു ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്നായപ്പോഴത്തേക്ക് കടപ്പാട്ടൂരിലേക്ക് മനു വരികയാണ്. അപ്പം മനു വന്ന് ബെല്ലടിക്കുമ്പോൾ വന്ന് ഡോറ് തുറക്കുന്നത് അലീനയാണ്. അപ്പം അലീന നല്ല വിഷമിച്ചാണ് നിൽക്കുന്നത്. മനുവേട്ടൻ എപ്പം വന്ന്? ഞാൻ ഇന്നലെ വന്നായിരുന്നു. എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവേട്ടൻ അറിയുന്നുണ്ടല്ലോ. എന്നും ഇടിയും മിന്നലും ഒക്കെ തന്നെ, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അറിഞ്ഞ് ഇന്നലെയും കൊല്ലപ്പള്ളിയിൽ നിന്നൊക്കെ ആൾ വന്ന് ഇവിടെ പ്രശ്നമായിരുന്നുള്ള കാര്യം അറിഞ്ഞ്. ഏട്ടൻ വാ ഇരിക്കെ എന്ന് പറയുകയാണ്. ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവാണ്. അപ്പം വൈജി ഇങ്ങോട്ട് വരികയാണ്. നീയോ? നീ എപ്പം വന്ന്? ഞാൻ കുറച്ച് നേരമായി വന്നതേ ഉള്ളൂ. അല്ല, എറണാകുളത്ത് നീ എപ്പം വന്ന്? ഇന്നലെ വന്ന്. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അറിയുന്നുണ്ട് ആൻറ്റി. ഇന്നലെയും എല്ലാവരുമൊക്കെ വന്ന്, പക്ഷേ അവളെ ഇവിടുന്ന് ഇറക്കാൻ ആർക്കും പറ്റിയില്ല. എല്ലാവരും വെറുതെ തിരിച്ചു പോയി, അത്രേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ എല്ലാം ഞാൻ അറിഞ്ഞ് എന്ന് പറയാണ്. നീയല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്. നിനക്ക് തന്നെ പറ്റുമെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കിത്താ എന്ന് പറയാണ്. ഇത്ര വലിയൊരു ദ്രോഹം എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലെന്ന് വായിച്ച പറയാണ്. അപ്പോൾ മനു ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ഓഫീസിൽ പോകണം എന്നും പറഞ്ഞ്, നീ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ ഓഫീസിൽ പോവുക എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിയാണ്. മനു പറഞ്ഞത് ശരി ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നുണ്ട്. ഏട്ടൻ ഇനി എന്ന് പോകണം? 2 ദിവസം ഉള്ളിൽ പോകണം എന്ന് പറയാണ്. അങ്കിളിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് മനു ചോദിക്കുന്നു. കുഴപ്പമില്ല, ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ടപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയാണ്. ബബിതയോ റൂത്തൊക്കെയോ അവർ ഒരു കോളേജിലൊക്കെ പോയേക്കുവാണ്. കൃഷ്ണമോളും പോയേക്കുവാണ്. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഇപ്പോൾ 2 ചേരിയായിട്ടാണ്. ബബിതയും രോഹിത്തും മാഡവും ഒരിടത്ത്, ഞാനും അങ്കിളും കൃഷ്ണമോളും വേറൊരിടത്ത്. 2 ചേരിയായിട്ടാ യുദ്ധം എന്ന് മനു ചോദിക്കുക. അങ്ങനെയും പറയാം മനു ഏട്ടാ. ഞാൻ അങ്കിളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് മനു അങ്ങോട്ട് പോവുകയാണ്. ശരി എന്ന് പറയുകയാണ് അലീന. അങ്ങനെ മനു ആണെങ്കിൽ മുകളിലോട്ട് കയറുന്നു. ഡോറി തട്ടുവാണ്. ആരാ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. മനു അങ്കിളെ. വാടാ എന്ന് പറയാണ്. നീ എപ്പം വന്ന്? ഞാൻ ഇന്നലെ കൊല്ലപ്പള്ളി വന്ന്, ഇന്ന് അങ്കിളിനെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. നീ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. അറിയുന്നുണ്ട് അങ്കിളെ. നീ ഇവിടെ ഇല്ലാത്തത് നല്ലത്. ഈ ദുരിതത്തിൽ കിടന്ന് ഇതൊക്കെ കേട്ട് മനസ്സ് വിഷമിക്കുക നല്ലത്, അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത് നല്ലത് എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഞാൻ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞോ? ഇവിടെ എല്ലാവരും ഇവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ വന്നപ്പം അച്ഛനും കൊച്ചച്ഛനൊക്കെ ഉണ്ട്. അവരോട് ഞാൻ ചോദിച്ച്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചെന്നും മനു പറയാണ്. അവർക്കൊക്കെ ഇപ്പം ഞാനാണ് കുഴപ്പക്കാരൻ, എന്നെ നന്നാക്കണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. അലീനെ ഇവിടുന്ന് പുറത്താക്കണം, അതാണ് അവരുടെ ആഗ്രഹം. പെങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങിയേക്കുമോ. രാവുണ്ണിമാമൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അലീനയ്ക്കെതിരെ സംസാരിക്കാൻ. ഞാൻ നിൻ്റെ കൊച്ചച്ഛന് നല്ലൊരടിയും കൊടുത്തിട്ടുണ്ട്. അവൻ ആവശ്യമില്ലാത്ത സംസാരം വരെ ഉണ്ടായി, അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. മനു ഒന്നും മിണ്ടായിരിക്കാൻ. എന്താ മനു, നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ചോദിക്കാനോ ഉണ്ടോ? അല്ല അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്കിൾ എന്താ അലീന ഇവിടുന്ന് പോണ്ട എന്ന് പറയുന്നത് എന്ന് ചോദിക്കണം. നീയും അവരുടെ വക്കാലത്തായിട്ട് വന്നേക്കുവാണോ അലീന ഇവിടുന്ന് പറഞ്ഞുവിടാൻ? ഒരിക്കലും. ഞാൻ അവരെ പോലെ അല്ല ചിന്തിക്കുന്നതെന്ന് അങ്കിളിന് നന്നായിട്ടറിയാം. ഒരിക്കലും അങ്കിളിന് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യത്തില്ലെന്നും അങ്കിളിനറിയാം. ഞാൻ അല്ലാതെ എനിക്കറിയാൻ വയ്യ അങ്കിൾ ഇത്രയും അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. മാത്രമല്ല അലീനയ്ക്ക് ഒരു ദത്തുപുത്രി സ്ഥാനം കൊടുത്ത് ഒരു സ്ഥിതിക്ക് എനിക്കറിയാനൊരാഗ്രഹം കൊണ്ട് എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ അങ്കിളിന് അലീനെ ഇത്രയും ചേർത്ത് നിർത്തണമെങ്കിൽ? അതെന്താണെന്ന് എനിക്കറിയാനൊരാഗ്രഹം. എന്തുകൊണ്ടാണ് അങ്കിൾ അലീനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഒരു നിമിഷത്തേക്ക് മിണ്ടായിരിക്കുകയാണ്. അങ്കിളിന് പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറ, അറിയാനുള്ളൊരാഗ്രഹം കൊണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നിന്നോട് ഞാൻ പറയാം. എനിക്ക് കൊല്ലപ്പള്ളിയിൽ ഇഷ്ടവും കൂടെ നിർത്താൻ ആഗ്രഹമുള്ളത് നിന്നെ മാത്രമേ ഉള്ളൂ. നീ എന്ത് തെറ്റ് ചെയ്ത്? നീ ഇതൊന്നും അറിയാത്ത ഒരാൾ. അതുകൊണ്ട് നിന്നോട് പറയുന്നതിനോട് എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയാണ്. നിനക്കറിയാവോ അലീന ആരാണെന്ന്? അപ്പം മനു പറയും, അറിയത്തില്ല. അലീനെ നമ്മൾ ഓർഫണേജിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അമ്മ വളർത്തിയ ഒരു ഓർഫൻ. മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവളെ കൊണ്ടുവന്നത്. അത് നമുക്കറിയാവുന്ന കഥ. പക്ഷെ ഇതിൻ്റെ അടിയിൽ വേറൊരു കഥയുണ്ട്. അത് നിനക്കറിയാമോ? എന്ത് കഥ? നീ വിചാരിക്കുന്ന പോലെ അലീന ഒരു ഓർഫണൊന്നും അല്ല. അലീനയ്ക്ക് അമ്മയുമുണ്ട്, മുത്തശ്ശനും അമ്മാവന്മാരും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. മനു അപ്പം ഞെട്ടു. ആരാ അങ്കിളെ? അങ്കിളിനറിയാമോ അവരാരൊക്കെയാണെന്ന്?
എനിക്കറിയാം. ഞാനത് ആരാന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവളെ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നത്. ആരാ അങ്കിളെ? അറിയാമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് കൊണ്ടുവന്ന് അവളെ ആക്കാം. അവളിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ് മനു. ഇപ്പം അവരുടെ അടുത്ത് ആക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഇന്ന് ആരാന്ന് പറ എന്ന് പറയാണ്. അവളുടെ അമ്മ ആരാന്ന് പറ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരാന്ന് പറ, നമുക്ക് കണ്ടുപിടിക്കെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറയാണ്. അത് കണ്ടുപിടിക്കാനൊന്നുമില്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് ആരാന്ന് പറ. നിൻ്റെ ആൻറ്റി ഉണ്ടല്ലോ, നിൻ്റെ ആൻറ്റിയാണ് അലീനയുടെ അമ്മ. ഇത് കേട്ടപ്പോഴത്തേക്ക് മനു ചാടി എണീക്കുകയാണ്. എന്തു അങ്കിളായി പറയുന്നത്? നിൻ്റെ വൈജാൻറ്റിയാണ് അലീനയുടെ അമ്മ. നിൻ്റെ അച്ഛൻ അവളുടെ മാമൻ. ഇവിടെ എല്ലാവരും കൂടെ കൊല്ലപ്പള്ളി കൊണ്ടാക്കിയ മുത്തശ്ശി ഉണ്ടല്ലോ, നിൻ്റെ മുത്തശ്ശി, അതാണ് അലീനയുടെ മുത്തശ്ശി എന്ന് പറയണം. അപ്പോഴത്തേക്ക് മനു ആണെങ്കിൽ ചോദിക്കുകയാണ്, അങ്കിൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയണം. അപ്പം അദ്ദേഹം പറയാണ്, ഫോൺ എടുത്തിട്ട് വോയിസ് അങ്ങോട്ട് കേൾപ്പിക്കുകയാണ്. രേവതിയും അലീനയും കൂടെ സംസാരിക്കുന്നത്. മാഡത്തിനോട് പറ, ഞാൻ നിങ്ങളെ പ്രസവിച്ച് തള്ളി ആ പെൺകുഞ്ഞാണെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും മനു വീണ്ടും ഞെട്ടുവാണ്. നിനക്ക് മനസ്സിലായോ? അലീന ചുമ്മാതൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, അവളുടെ അമ്മയുടെ അടുത്തേക്കാണ് വന്നത്. അപ്പം മനു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് നോക്കിയാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ അങ്കിളെ. ഇതാദ്യം എനിക്ക് കേട്ടപ്പം എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അറിഞ്ഞിട്ടാണ് 2 ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറിപ്പോയെന്ന് ഗംഗാധരൻ്റെ അടുത്ത് ചോദിച്ചു. ഗംഗാധരൻ ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും സമ്മതിച്ച്. ആ ഒരു ഷോക്കിനാണ് എനിക്ക് അറ്റാക്ക് വന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. വൈജ നേരത്തെ ഗംഗാധരൻ്റെ കൂടെ ആഗ്രയിലായിരുന്നു. അവിടെ നിന്ന് ആരോടോ അടുപ്പമായി. അങ്ങനെ വൈജ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രസവത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു പോയെന്നാണ് വൈജയ്ക്ക് അറിയാവുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ കൊല്ലപ്പള്ളിക്കാർ കുഞ്ഞിനെ മാറ്റി ഒരു അനാഥാലയത്തിലാക്കി. ആ കുഞ്ഞാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അലീന എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മനു ആണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞാണ് മോനെ എനിക്കന്ന് അറ്റാക്ക് വന്നത്. അലീന വൈജയുടെ മോളാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവളെ ഉപേക്ഷിക്കണോ? ഇപ്പം കൊല്ലാൻ നടക്കുന്ന അലീനയുണ്ടല്ലോ, അവളുടെ സ്വന്തം മോളാണെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും? എനിക്ക് അവളെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അപ്സ്റ്റെയറിലേക്ക് മാറിയത് എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഞാൻ അറിഞ്ഞെന്ന് അവൾ അറിഞ്ഞാൽ ഒന്നി അവൾ എന്നെ ഉപേക്ഷിച്ചു പോവും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. ഇതിലേതെങ്കിലും ഒന്നും നടക്കും. അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ അവളോട് പറയാതെ. ലീനയ്ക്കും അറിയാം അവളുടെ അമ്മ വൈജയാണെന്നും സ്വന്തം അമ്മ തന്നെയാണ് അവളോട് ഈ പരിപാടിയെല്ലാം കാണിക്കുന്നത് അവൾക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്ത് വേണം മോനെ എന്ന് ചോദിക്കണം. അപ്പം മനു ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് തോളിലേക്ക് ചാഞ്ഞ് കരയാണ്. അങ്കിളിൻ്റെ മനസ്സാരും കാണാതെ പോന്നല്ലോ. ഇത്രയും വലിയൊരു മനസ്സാണ് അങ്കിളിനുള്ളതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അങ്കിൾ എന്തുകൊണ്ടാണ് അലീനെ കൂടെ നിർത്തുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നതുമില്ല. എന്താ കാര്യമെന്ന് ആർക്കും അറിയത്തില്ല. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആ പാവം കുഞ്ഞിനെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ തള്ളിയല്ലേ മോനെ. അവളെ ഇനി ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നതെന്ന് മനുവിനോട് ചോദിക്കുകയാണ്. അപ്പം മനുവിൻ്റെ അടുത്ത് പറയണേ, ഇത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും അലീനയ്ക്കും അല്ലാതെ ഒരാൾക്കും കൂടി ഈ കാര്യങ്ങൾ അറിയാം. കൃഷ്ണമോക്കടുത്ത് ആ റിസോർട്ടിൽ വെച്ച് ഞാൻ ഈ കാര്യമെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ സ്വന്തം ചേച്ചിയെ പോലെയാണ് അലീനയെ കരുതുന്നതെന്ന് പറയാണ്. ഇനി അങ്കിളിൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് മനുവും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീനയുടെ അടുത്ത് മനു വരികയാണ്. മനു ചോദിക്കുകയാണ്, ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോ എന്നോട് ഒന്നുപോലും ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് അലീനയെടുത്ത് ചോദിക്കുകയാണ്. അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മനു ആണെങ്കിൽ വീണ്ടും ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അലീന ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് കരയാണ്. ഒന്നിനും മറുപടിയില്ല.